ഹലോ, മുഖം വെളുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ തന്നെ 5 പൈസ ചിലവില്ലാണ്ട് ഒരു ഫേഷ്യൽ ചെയ്യാം. അടിപൊളി റിസൾട്ടാണ്. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും അവരെ ഉള്ള നിറത്തിനേക്കാൾ 1-2 ഷെയ്ഡ് കൂട്ടിയെടുക്കാനും മുഖം തിളങ്ങാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. തൈര് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റെപ്പും ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര്, പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്തതിന് ശേഷം ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് അതിനെ ഒന്നൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച മുഖത്തേക്ക് ഇത് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ ഇത് ക്ലെൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു 2 മിനിറ്റ് നിങ്ങൾ മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് 2 മിനിറ്റ് സർക്കുലാർ മോഷനിൽ നമ്മളെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലേക്കായിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മുടെ മുഖം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ എന്താ പറയുക മസാജിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് വെള്ളത്തിൽ കഴുകി കളയുക. അതിന് ശേഷം ഒന്നങ്ങ് തുടച്ച് കളയുക. നല്ലോണം ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുഖം ഒന്ന് ആവി പിടിപ്പിക്കുക. അതായത് ചൂട് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് സ്ക്രബ് ചെയ്യാനാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിച്ച ബാക്കി തൈരിലേക്ക് തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ 2 മിനിറ്റ് സോഫ്റ്റ് മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ താടീൻ്റെ ഭാഗം, മൂക്കിൻ്റെ സൈഡ്, ഇവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈസി ആയിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകണമെങ്കിൽ നമ്മൾ മുന്നേ ഒന്ന് ചൂട് പിടിപ്പിക്കായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും ഒന്ന് നമ്മൾ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. ആ കഴുകിക്കളയുന്ന സമയത്ത് തന്നെ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് തീരുന്നത് കൂടി തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ വരും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴുകി ഇതാ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 സ്റ്റെപ്പ് കഴിഞ്ഞ്, ക്ലെൻസിങ്ങും കഴിഞ്ഞ് സ്ക്രബിങ്ങും കഴിഞ്ഞ്, ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും കേട്ടോ. ഇനി അടുത്ത നമുക്കൊരു മസാജിങ് ക്രീം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈര് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂണ് തൈര് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് തേന്, ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നമ്മൾ 2 മിനിറ്റ് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 6 മിനിറ്റോളം നമ്മുടെ ഫേസ് നന്നായിട്ട് പല സ്റ്റെപ്പുകളിൽ നമ്മൾ മസാജ് തന്നെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഗുണവും നമുക്ക് ഈ ഒരു ഫേഷ്യല്, ഇതൊരു കേർഡ് ഫേഷ്യല് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 2 മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സമയം നോക്കിയിട്ട് തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് മുഖം നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും നമുക്ക് ഒന്ന് തുടച്ച് കളയാം കേട്ടോ. ഇത് മസാജിങ്, ഈ ഒരു എന്താ പറയുക, ഈ മസാജിങ് ക്രീം ഉപയോഗിച്ച് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ഫേസ് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് കളയാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കേടും 1 ടീസ്പൂണ് കോഫി പൗഡറും, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും നമ്മുടെ മുഖത്ത് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ് നമ്മളിത് ഫേസിലേക്ക് വെക്കണം കേട്ടോ. 25 മിനിറ്റ് ഉറപ്പായിട്ട് നമ്മൾ ഫേസിൽ വെക്കണം. പിന്നെ കോഫിയും തൈരും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കോഫിയും തൈരും മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഫേസിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ 2 മിനിറ്റ് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സർക്കുലർ മോഷനിൽ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് മസാജ് ചെയ്യണം. ഈ താടിയുടെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് മസാജ് ചെയ്യണമെന്ന് പറയുന്നത് സ്കിന്ന് തൂങ്ങാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റിന് ശേഷം ഞാനിത് ഫേസിൽ നിന്ന് കൈകളയാണ്. ഇത് കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ മുഖത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് എന്തായാലും കണ്ണാടിയിൽ നോക്കുമ്പോൾ നല്ലൊരു തിളക്കം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത തൈര് ആർക്കെങ്കിലും ഫേസിന് പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യേണ്ട. അല്ലാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാൻ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ തൈര് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഫേഷ്യലാണ്. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വലിയ പൈസ കൊടുത്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്നുള്ള പാർട്ടികളിലെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഫേഷ്യൽ ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.